വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിലെ ഫുഡ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ഫുഡ് അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ്. ഇറ്റ് ഇൻവോൾവ്സ് വാരിയസ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ടു അനലൈസ് ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫുഡ്. അതായത് ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻസ്, ഇതിനെയെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫുഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൽ ഒത്തിരി ടെക്നിക്കുകളാണ് വരുന്നത്, ടെക്നിക്കും മെത്തേഡ്സും ഉണ്ട്. ഒരു ഫുഡിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ടെക്നിക്കുകളും മെത്തേഡുകളും ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഫുഡ് അനാലിസിസ് ആണ്. അതിൽ 5 അനാലിസിസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്രോക്സിമേറ്റ് അനാലിസിസ്. അതിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് മോയ്സ്ചർ, പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ആഷ്, ഇതെല്ലാമാണ് അവിടെ ഡിറ്റർമിനേഷൻ നടത്തുന്നത്. ദെൻ സെക്കൻഡ് വൺ ന്യൂട്രീഷണൽ അനാലിസിസ് ആണ്. അവിടെ ചെക്ക് ചെയ്യുന്നത് വൈറ്റമിൻസ്, മിനറൽസ്, കലോറീസ് ഒക്കെയാണ് നോക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് കണ്ടാമിനൻറ്റ് അനാലിസിസ് ആണ്. അവിടെ ആ ഫുഡിൽ പെസ്റ്റിസൈഡ്സ്, ഹെവി മെറ്റൽസ്, അതുപോലെ മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ്. അവിടെ ആ ഒരു ഫുഡിൻ്റെ ടെക്സ്ചർ, ഫ്ലേവർ, അപ്പിയറൻസ് ഒക്കെയാണ് നോക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് ഒതൻറ്റിസിറ്റി അനാലിസിസ്. അപ്പോൾ അതിൽ നോക്കുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ്, അഡൾട്ടറേഷൻ, ഫുഡ് അഡൾട്ടറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ ഫുഡ് അനാലിസിസ് ഈസ് ക്രൂഷ്യൽ ഫോർ, എന്തിനൊക്കെയാണ് ഈ ഒരു ഫുഡ് അനാലിസിസ് ക്രൂഷ്യൽ ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ എൻഷുറിങ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നു, അതുപോലെ തന്നെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നു. ദെൻ ലാബലിംഗ് ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസസ്. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫോമുലേഷൻ, ന്യൂട്രീഷണൽ ലാബലിംഗ് ആൻഡ് ക്ലെയിംസ്, ഫുഡ് ഒതൻറ്റിക്കേഷൻ ആൻഡ് ട്രേസബിലിറ്റി. 5 അനാലിസിസുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോക്സിമേറ്റ് അനാലിസിസ്. പ്രോക്സിമേറ്റ് അനാലിസിസ് നമുക്കിതിൽ അതിലത്തെ ഓരോ ടെക്നിക്കും നമുക്ക് പഠിക്കാനുണ്ട്. Proximate analysis is a method of food analysis that determines the approximate composition of a food product. ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കോമ്പോസിഷനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് ഓഫ് ഫുഡ് അനാലിസിസ് ആണ് പ്രോക്സിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ ബ്രോഡ് ഓവർവ്യൂ ഓഫ് ദ ഫുഡ്സ് ന്യൂട്രീഷണൽ കണ്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് ടിപ്പിക്കലി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഫോളോവിങ് കമ്പോണൻസ്. അതായത് ഇത് നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ന്യൂട്രീഷണൽ കണ്ടൻറ്റിൻ്റെ ഒരു ബ്രോഡ് ഓവർവ്യൂ നമുക്ക് തരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് താഴെ പറയുന്ന കുറച്ച് കമ്പോണൻസിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടും ഇത് ടിപ്പിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ആ കമ്പോണൻസ് ആണ് മോയ്സ്ചർ കണ്ടൻറ്റ്, ക്രൂഡ് പ്രോട്ടീൻ, ക്രൂഡ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ആഷ് ആൻഡ് ഫൈബർ. പ്രോക്സിമേറ്റ് അനാലിസിസ് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷുറൻസ്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അഷുറൻസിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷണൽ ലാബലിംഗ് ആൻഡ് ക്ലൈംസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫോമുലേഷൻ, റെഗുലേറ്ററി കോംപ്ലയൻസസ്, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോക്സിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രോക്സിമേറ്റ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയോ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഗാൽവിമെട്രിക് അനാലിസിസ്. അത് വെയ്റ്റ് മെഷർമെൻറ്റ്സ് ആണ് വരുന്നത്. ദെൻ വോളിയോമെട്രിക് അനാലിസിസ്, അവിടെ വോളിയം മെഷർമെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. ദെൻ ക്രോമറ്റോഗ്രാഫി, സ്പെക്ട്രോസ്കോപ്പി, ഇതൊക്കെയാണ് ഈ ഒരു ടെക്നിക്കുകളിൽ വരുന്നത്. അപ്പോൾ മെത്തേഡുകൾ ഇതൊക്കെയാണ്. ദെൻ പ്രോക്സിമേറ്റ് അനാലിസിസ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫോർമേഷൻ അബൌട്ട് ഫുഡ്സ്. ഈ ഫുഡിൻ്റെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഈ ഒരു പ്രോക്സിമേറ്റ് അനാലിസിസിലൂടെ കിട്ടുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ന്യൂട്രീഷണൽ കണ്ടൻറ്റ്. ഈ ഒരു ഫുഡിൻ്റെ ന്യൂട്രീഷണൽ കണ്ടൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ്, ടെക്സ്ചർ ആൻഡ് സ്റ്റെബിലിറ്റി, പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ്സ്, കംപ്ലൈൻറ്റ്സ് വിത്ത് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്, ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് പ്രോക്സിമേറ്റ് അനാലിസിസ് വഴി നമുക്ക് കിട്ടുന്നത്. ദെൻ ഏതൊരു പ്രോസസ്സ് ആകുമ്പോഴും അതിന് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു പ്രോക്സിമേറ്റ് അനാലിസിസിൻ്റെ ലിമിറ്റേഷൻ നോക്കാം. ഫസ്റ്റത്തെ ലിമിറ്റേഷൻ പറയുന്നത് ഡസ് നോട്ട് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് സ്പെസിഫിക് ന്യൂട്രിയൻസ് ഓർ കണ്ടാമിനൻസ്. അപ്പോൾ ഫുഡിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കണ്ടാമിനൻസിനെ പറ്റിയിട്ടോ ഉള്ള ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഇത് തരുന്നില്ല.
സെക്കൻഡ് പറയുന്ന ഒരു ലിമിറ്റേഷനാണ് മെ നോട്ട് അക്കൗണ്ട് ഫോർ വാരിയേഷൻ ഇൻ ഫുഡ് കോമ്പോസിഷൻ. അപ്പോൾ ഫുഡ് കോമ്പോസിഷനിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ദെൻ തേർഡ് വൺ പറയുന്നത് റിക്വേഴ്സ് സ്കിൽഡ് ടെക്നീഷ്യൻസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു പ്രോക്സിമേറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി പ്രോക്സിമേറ്റ് അനാലിസിസിൽ വരുന്ന ഫസ്റ്റത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ എ ഫുഡ് പ്രൊഡക്റ്റ് ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വെയ്റ്റ്. അപ്പോൾ ഒരു ഫുഡ് പ്രൊഡക്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടറാണ് ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റിൽ പറയുന്നത്. ടിപ്പിക്കലി അത് ആ ഒരു ടോട്ടൽ വെയ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇൻ ഫുഡ് അനാലിസിസ്. ഫുഡ് അനാലിസിസിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അഫക്റ്റിംഗ് ടെക്സ്ചർ ആൻഡ് കൺസിസ്റ്റൻസി, ഷെൽഫ് ലൈഫ് ആൻഡ് സ്റ്റെബിലിറ്റി, ന്യൂട്രിയൻ അവൈലബിലിറ്റി ആൻഡ് ബയോ ആക്സസിബിലിറ്റി, മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് കണ്ടാമിനേഷൻ റിസ്ക്, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ്. ഇനി ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ഡിറ്റർമിനേഷനിൽ വരുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഓവൻ ഡ്രൈയിങ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഫ്രീസ് ഡ്രൈയിങ്, ഡെസിക്കേഷൻ, കാൾ ഫിഷർ ടൈട്രേഷൻ, നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് മൈക്രോവേവ് ഡ്രൈയിങ്. അപ്പോൾ ഇതെല്ലാമാണ് മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ഡിറ്റർമിനേഷനിൽ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ. ഇനി മോയ്സ്ചർ കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് ടൈപ്പ് ആൻഡ് കോമ്പോസിഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ടൈം എന്നൊക്കെയാണ്. ദെൻ പാക്കേജിംഗ് മെറ്റീരിയൽസ്, ക്ലൈമറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് മോയ്സ്ചർ കണ്ടൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് മോയ്സ്ചർ കണ്ടൻറ്റ്. ഇനി മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു ഫുഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺട്രോളിങ് നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ പോയിൻ്റ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. സെക്കൻഡ് വൺ ടെക്സ്ചർ ആൻഡ് അപ്പിയറൻസ് ആണ്. അപ്പം നമുക്കറിയാം ഒരു ഫുഡിന് കൂടുതലായിട്ട് മോയ്സ്ചർ കണ്ടൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്ചറും മാറുന്നതാണ്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അപ്പിയറൻസും മാറുന്നതാണ്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ന്യൂട്രിയൻ റീടെൻഷൻ ആൻഡ് ബയോ അവൈലബിലിറ്റി ആണ്. ദെൻ ഷെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ. ഫിഫ്ത്ത് വൺ എനർജി എഫിഷ്യൻസി ഇൻ പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ ടാർഗറ്റ് മോയ്സ്ചർ കണ്ടൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഓരോ ഫുഡിലും ആവശ്യമായിട്ട് വരുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നട്ട്സ്, ഗ്രെയിൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു 5 to 15% ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് പെർസെൻറ്റേജ് ആയിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ സെമി മോയ്സ്റ്റ് ആയിട്ടുള്ള ഫുഡുകളുണ്ട്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ അതിലൊരു 15 to 30% ആണ് മോയ്സ്ചർ കണ്ടൻറ്റ് വരേണ്ടത്. ദെൻ തേർഡ് വൺ മോയ്സ്റ്റ് ഫുഡുകളാണ്. എക്സാമ്പിൾ മീറ്റ്, ഡയറി പ്രൊഡക്റ്റ് അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു 30 to 60% ആണ്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് ഹൈ മോയ്സ്ചർ ഫുഡുകളാണ്. എക്സാമ്പിൾ ബിവറേജസ്, സോസുകൾ എക്സെട്ര. അപ്പോൾ അതിലാണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു 60 to 90% ആണ്. ദെൻ പ്രോക്സിമേറ്റ് അനാലിസിസിൽ സെക്കൻഡ് വൺ വരുന്നതാണ് ആഷ് അല്ലെങ്കിൽ മിനറൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ റെസിഡ്യുവൽ മെറ്റീരിയൽ ലെഫ്റ്റ് ആഫ്റ്റർ എ ഫുഡ് സാമ്പിൾ ഇസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഓർ ഇൻസിനറേറ്റഡ്, ടിപ്പിക്കലി അറ്റ് എ ഹൈ ടെമ്പറേച്ചർ 500 to 600 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മളൊരു ഫുഡ് സാമ്പിളിന് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഇൻസിനറേറ്റഡ് ചെയ്തതിന് ശേഷം ആ ഒരു സാമ്പിളിൽ അവശേഷിക്കുന്ന റെസിഡ്യുവൽ മെറ്റീരിയൽ ആണ് ഈ ഒരു ആഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിപ്പിക്കലി നമ്മൾ അവിടെ ബേൺ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസിനറേഷൻ നടത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 500 മുതൽ ഒരു 600 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അത്രയും ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ടോട്ടൽ മിനറൽ കണ്ടൻറ്റ് ഓഫ് ഫുഡ്. ഈ ഒരു ഫുഡിൻ്റെ ടോട്ടൽ മിനറൽ കണ്ടൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ആഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന മിനറൽസ് കണ്ടൻറ്റുകൾ എന്തൊക്കെയായിരിക്കും? മാക്രോ മിനറൽസ് വരുന്നുണ്ട്, മൈക്രോ മിനറൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ
അതർ ഇനോർഗാനിക് കോമ്പൗണ്ട്സും വരുന്നുണ്ട്. അപ്പോൾ മാക്രോ മിനറൽസിൽ വരുന്നതാണ് കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം. ദെൻ മൈക്രോ മിനറൽസിൽ വരുന്നതാണ് അയൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ് എന്ന് പറയുന്നത്. ദെൻ മറ്റുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ വരുന്നതാണ് സിലിക്കേറ്റ്, ഓക്സൈഡ്സ് എക്സെട്ര. മെത്തേഡ്സ് ഫോർ ആഷ് അനാലിസിസ്. ആഷ് അനാലിസിസിൽ വരുന്ന മെത്തേഡ്സുകൾ നോക്കാം. 5 മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ മഫിൾ ഫർണസ് മെത്തേഡ് അല്ലെങ്കിൽ മഫിൾ ഫർണസ് ഇൻസിനറേഷൻ, ഡ്രൈ ആഷിംഗ്, വെറ്റ് ആഷിംഗ്, മൈക്രോവേവ് ആഷിംഗ്, സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ്. ഇതെല്ലാമാണ് മെത്തേഡ്സ് ഫോർ ആഷ് അനാലിസിസിൽ വരുന്നത്. ദെൻ ഈ ഒരു ആഷ് കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഫുഡ് ടൈപ്പ് അതുപോലെ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ ഈ ഒരു ആഷ് കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോയിൽ ആൻഡ് എൻവറോൺമെൻറ്റൽ കണ്ടീഷൻസ്, പ്രോസസ്സിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്, കണ്ടാമിനേഷൻ ഓർ അഡൾട്ടറേഷൻ, ഇതെല്ലാം ഈ ഒരു ആഷ് കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആഷ് കണ്ടൻറ്റ് ക്യാൻ ഇമ്പാക്റ്റ് ഫുഡ്. ആഷ് കണ്ടൻറ്റിന് നമ്മുടെ ഫുഡിനെ എന്തിലൊക്കെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും? ന്യൂട്രീഷണൽ വാല്യൂ, ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, ഫുഡിൻ്റെ ടെക്സ്ചർ ആൻഡ് ഫ്ലേവർ, അതുപോലെ തന്നെ ഫുഡിൻ്റെ ഷെൽഫ് ലൈഫ് ആൻഡ് സ്റ്റെബിലിറ്റി, ദെൻ ഫുഡ് റെഗുലേറ്ററി കംപ്ലയിൻസസ്. അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു ആഷ് കണ്ടൻറ്റിന് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ടിപ്പിക്കൽ ആഷ് കണ്ടൻറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണെങ്കിൽ 0.5 to 5% ആണ് ആഷ് കണ്ടൻറ്റ് വരുന്നത്. ദെൻ ഗ്രെയിൻസ് ആൻഡ് സിറിയൽസിലാണെങ്കിൽ അതിൽ 1 to 3% ആണ് വരുന്നത്. മീറ്റ്സ് ആൻഡ് പോൾട്രി നോക്കുകയാണെങ്കിൽ അതിൽ 0.5 to 2% ആണ് വരുന്നത്. ദെൻ ഡയറ്ററി പ്രൊഡക്റ്റുകളാണെങ്കിൽ അതിൽ വരുന്ന ആഷ് കണ്ടൻറ്റ് 0.5 to 1.5% ആണ്. ആഷ് അനാലിസിസ് ഈസ് യൂസ്ഡ് ടു, എന്തിനൊക്കെയാണ് ആഷ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ മിനറൽ കണ്ടൻറ്റ്. അപ്പോൾ മിനറൽ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ആഷ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവാലുവേറ്റ് ഫുഡ് ഒതൻറ്റിസിറ്റി ആൻഡ് അഡൾട്ടറേഷൻ, ഫുഡിൻ്റെ ഒതൻറ്റിസിറ്റിയും അതുപോലെ തന്നെ അഡൾട്ടറേഷനും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആസസ് സോയിൽ കണ്ടാമിനേഷൻ ഓർ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, അപ്പോൾ എന്തെങ്കിലും സോയിൽ കണ്ടാമിനേഷനോ അല്ലെങ്കിൽ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യുന്നുണ്ട്. ദെൻ മോണിറ്റർ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ്. ലാസ്റ്റ് പറയുന്നത് ഡെവലപ്പ് ന്യൂട്രീഷണൽ ലാബൽസ് ആൻഡ് ക്ലെയിംസ്. അപ്പോൾ ഇതിനൊക്കെയാണ് ആഷ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ആഷ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആഷ്, ആസിഡ് ഇൻസോലുബിൾ ആഷ്, വാട്ടർ സോലുബിൾ ആഷ്, സൾഫേറ്റഡ് ആഷ്, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ആഷ് അനാലിസിസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രൂഡ് പ്രോട്ടീൻ ആണ്. Crude protein refers to the total nitrogen content in a food sample, which is then multiplied by a factor to estimate the protein content. അപ്പോൾ ക്രൂഡ് പ്രോട്ടീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫുഡ് സാമ്പിളിൽ ഉള്ള ടോട്ടൽ നൈട്രജൻ കണ്ടൻ്റ് ആണ്. അതിനുശേഷം അതിനെ നമ്മൾ ഒരു ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. യൂഷ്വലി അത് 6.25 ആണ്. എന്നിട്ടാണ് നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്തെടുക്കുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ടോട്ടൽ പ്രോട്ടീൻ പ്രസൻറ്റ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ടോട്ടൽ പ്രോട്ടീൻ ആണ്, അതിൻ്റെ ഒരു മെഷറാണ് ഈ ഒരു ക്രൂഡ് പ്രോട്ടീനിൽ വരുന്നത്. അതായത് അതിൽ വരുന്നതാണ് ട്രൂ പ്രോട്ടീനും അതുപോലെ തന്നെ നോൺ പ്രോട്ടീൻ നൈട്രജൻ കോമ്പൗണ്ട്സും. അപ്പോൾ ട്രൂ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് അമിനോ ആസിഡ്സ്, പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ് എന്നിവ. നോൺ പ്രോട്ടീൻ നൈട്രജൻ കോമ്പൗണ്ട്സ് ആണെങ്കിൽ അത് വരുന്നതാണ് യൂറിയ, ക്രിയാറ്റിൻ ആൻഡ് ന്യൂക്ലിയോടൈഡ്സ്. ദെൻ ക്രൂഡ് പ്രോട്ടീൻ അനാലിസിസ് ഈസ് യൂസ്ഡ് ടു, എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഡിറ്റർമിൻ പ്രോട്ടീൻ കണ്ടൻറ്റ് ഫോർ ന്യൂട്രീഷണൽ ലാബലിംഗ്. അപ്പം നമ്മൾക്ക് അറിയാം ഓരോ ഫുഡിൻ്റെ മുകളിലായിട്ടും അതിലുള്ള ന്യൂട്രീഷണൽ കണ്ടൻറ്റുകളുടെ ഒരു ലാബലിംഗ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് ഈ ഒരു ന്യൂട്രീഷൻ ലാബലിങ്ങിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രൂഡ് പ്രോട്ടീൻ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവാലുവേറ്റ് ഫുഡ് ക്വാളിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി, ദെൻ ആസസ് പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി ആൻഡ് ബയോ അവൈലബിലിറ്റി, മോണിറ്റർ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ്, ഡെവലപ്പ് അനിമൽ ഫീഡ് ഫോർമുലേഷൻസ്. മെത്തേഡ്സ് ഫോർ ക്രൂഡ് പ്രോട്ടീൻ അനാലിസിസ്. ഇനി ക്രൂഡ് പ്രോട്ടീൻ അനാലിസിസിൽ വരുന്ന മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കെൽദാൾ മെത്തേഡ്. അവിടെ വരുന്നത് വെറ്റ് ഡൈജഷനും അതുപോലെ തന്നെ ഡിസ്റ്റിലേഷനും ആണ്. ദെൻ സെക്കൻഡ് വരുന്ന ഒരു മെത്തേഡാണ് ഡ്യൂമാസ് മെത്തേഡ്. അവിടെ വരുന്നത് കമ്പഷൻ ആൻഡ് ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ആണ്. തേർഡ് വരുന്ന മെത്തേഡാണ് നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, NIR എന്ന് പറയാം. ദെൻ നാലാമതായിട്ട് പറയുന്ന ഒരു മെത്തേഡാണ് ഫോറിയർ ട്രാൻസ്ഫോം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി.
ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രൂഡ് പ്രോട്ടീൻ കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഫുഡ് ടൈപ്പ് ആൻഡ് കോമ്പോസിഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് കണ്ടീഷൻസ്, മോയ്സ്ചർ കണ്ടൻറ്റ്, കണ്ടാമിനേഷൻ ഓർ അഡൾട്ടറേഷൻ. ക്രൂഡ് പ്രോട്ടീൻ കണ്ടൻറ്റ് ക്യാൻ ഇമ്പാക്റ്റ് എന്തിലൊക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ലാബലിംഗ്, ഫുഡ് ടെക്സ്ചർ ആൻഡ് ഫങ്ഷണാലിറ്റി, ദെൻ ഷെൽഫ് ലൈഫ് ആൻഡ് സ്റ്റെബിലിറ്റി, റെഗുലേറ്ററി കംപ്ലയൻസസ്. അപ്പോൾ ഇതിലൊക്കെ ഇതിന് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ടിപ്പിക്കൽ ക്രൂഡ് പ്രോട്ടീൻ റേഞ്ചസ് നോക്കാം ഫുഡ്സിലുള്ളത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ 0.5 to 5% ആണ് വരുന്നത്. ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് ആണെങ്കിൽ 8 to 15% വരുന്നുണ്ട്. ദെൻ ലെഗ്യൂംസ് ആൻഡ് പൾസസ് ആണെങ്കിൽ 15 to 25% വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മീറ്റ് ആൻഡ് പോൾട്രി ആണെങ്കിൽ അതിൽ വരുന്ന ക്രൂഡ് പ്രോട്ടീൻ റേഞ്ച് എന്ന് പറയുന്നത് 15 to 30% ആണ്. ദെൻ ഡയറി പ്രൊഡക്റ്റ് ആണെങ്കിൽ 3 to 6% ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രൂഡ് ഫാറ്റ് ആണ്. ക്രൂഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഈതർ എക്സ്ട്രാക്റ്റ്. ഈതർ എക്സ്ട്രാക്റ്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഫാറ്റ് കണ്ടൻറ്റ് ഇൻ എ ഫുഡ് സാമ്പിൾ ഇൻക്ലൂഡിങ് ട്രൈഗ്ലിസറൈഡ്, ഫോസ്ഫോലിപ്പിഡ്സ്, സ്റ്റീറോൾസ് ആൻഡ് അതർ ലിപ്പിഡ്സ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഫുഡ് സാമ്പിളിലുള്ള ടോട്ടൽ ഫാറ്റ് കണ്ടൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്രൂഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ന്യൂട്രൽ ഫാറ്റുകൾ. ദെൻ ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ ഫോസ്ഫറ്റൈഡ്സ് ആണ്. ദെൻ സ്റ്റീറോൾസ് എന്ന് പറയുമ്പോൾ കൊളസ്ട്രോൾസ്, അതുപോലെ തന്നെ ഫൈറ്റോസ്റ്റീറോൾസ് അതൊക്കെയാണ്. ദെൻ അതർ ലിപ്പിഡ്സിൽ വരുന്നതാണ് വാക്സസ് ആൻഡ് പിഗ്മെൻറ്റ്സ്. ദെൻ ക്രൂഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രൂഡ് ഫാറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്? ഡിറ്റർമിൻ ഫാറ്റ് കണ്ടൻറ്റ് ഫോർ ന്യൂട്രീഷണൽ ലാബലിംഗ്, ഇവാലുവേറ്റ് ഫുഡ് ക്വാളിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി, ദെൻ ആക്സസ് എനർജി ഡെൻസിറ്റി ആൻഡ് കലോറിക് വാല്യൂ, മോണിറ്റർ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ്, ഡെവലപ്പ് അനിമൽ ഫീഡ് ഫോർമുലേഷൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രൂഡ് ഫാറ്റ് അനാലിസിസിൽ വരുന്ന മെത്തേഡുകളാണ്. ഫസ്റ്റ് പറയുന്നതാണ് സൗസ്ലെറ്റ് അനാലിസിസ് അല്ലെങ്കിൽ സൗസ്ലെറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈതർ ഓർ ഹെക്സേൻ സോൾവൻ്റ് ആണ് വരുന്നത്. ദെൻ ആസിഡ് ഹൈഡ്രോളിസിസ് ആൻഡ് എക്സ്ട്രാക്ഷൻ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് NMR സ്പെക്ട്രോസ്കോപ്പി, ദെൻ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന മെത്തേഡുകൾ. ഇനി ക്രൂഡ് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഫുഡിൻ്റെ ടൈപ്പ്, അതുപോലെ തന്നെ ഫുഡിൻ്റെ കോമ്പോസിഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഹാൻഡ്ലിങ്, ദെൻ സ്റ്റോറേജ് കണ്ടീഷൻസ്, മോയ്സ്ചർ കണ്ടൻറ്റ്, കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അഡൾട്ടറേഷൻ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്രൂഡ് ഫാറ്റ് കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സാണ്. ദെൻ ക്രൂഡ് ഫാറ്റ് കണ്ടൻറ്റ് ഫുഡിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, എന്തിലൊക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ലാബലിങ്ങിൽ ഇമ്പാക്റ്റ് വരുത്തുന്നുണ്ട്. ഫുഡ് ടെക്സ്ചർ, അതുപോലെ തന്നെ ഫങ്ഷണാലിറ്റി, ഷെൽഫ് ലൈഫ് ആൻഡ് സ്റ്റെബിലിറ്റി, റെഗുലേറ്ററി കംപ്ലയൻസ്. ദെൻ ടിപ്പിക്കൽ ക്രൂഡ് ഫാറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എടുത്ത് നോക്കിയാൽ അതിൽ 0.1 to 5% ആണ് വരുന്നത്. ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് ആണെങ്കിൽ അതിൽ 1 to 5% വരുന്നുണ്ട്. ലെഗ്യൂം ആൻഡ് പൾസസ് ആണെന്നുണ്ടെങ്കിൽ 1 to 10% ആണ് ഈ ഒരു ഫാറ്റിൻ്റെ റേഞ്ച് വരുന്നത്. ദെൻ മീറ്റ് ആൻഡ് പോൾട്രി ആണെങ്കിൽ 10 to 30% വരുന്നുണ്ട്. ദെൻ ഡയറ്ററി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 3 to 40% ആണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്രൂഡ് ഫൈബർ. ക്രൂഡ് ഫൈബർ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു ഫുഡിൻ്റെ സാമ്പിളിൽ ഉള്ള ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ള നോൺ സ്റ്റാർച്ച് പോളിസാക്കറൈഡ്സിൻ്റെ മെഷറാണ് ഈ ഒരു ക്രൂഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഈ ഒരു നോൺ സ്റ്റാർച്ച് പോളിസാക്കറൈഡ്സ് ഏതൊക്കെയാണ്? സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, ലിഗ്നിൻ ആൻഡ് അതർ നോൺ ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പൊതുവെ ഈ ഒരു ക്രൂഡ് ഫൈബർ അനാലിസിസ് നമ്മൾ നടത്തുന്നത് ഈ ഒരു ഡിറ്റർമിൻ ദ ഡയറ്ററി ഫൈബർ കണ്ടൻറ്റ് ഫോർ ന്യൂട്രീഷണൽ ലാബലിംഗ്. നമ്മൾക്ക് ന്യൂട്രീഷണൽ ലാബലിംഗ് നടത്തുന്നതിന് വേണ്ടി ആ ഒരു ഫുഡിലുള്ള ഡയറ്ററി ഫൈബർ കണ്ടൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയും ദെൻ ഇവാലുവേറ്റ് ഫുഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഫുഡിൻ്റെ ഒതൻറ്റിസിറ്റി, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡൈജസ്റ്റബിൾ ഹെൽത്ത്, അതുപോലെ തന്നെ ഗട്ട് ഫങ്ഷൻ അതിനെ അസസ് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ദെൻ മോണിറ്റർ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, ഫുഡ് പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിനെ മോണിറ്റർ ചെയ്യാനും ഈ ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ ഡെവലപ്പ് അനിമൽ ഫീഡ് ഫോർമുലേഷൻസ്. ഇനി ഇതിൽ വരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പ്രോക്സിമേറ്റ് അനാലിസിസ്, അതിൽ വരുന്ന ഗ്രാവിമെട്രിക് മെത്തേഡ്,
ദെൻ എൻസൈമാറ്റിക് അസേസ് വരുന്നുണ്ട്. എൻസൈമാറ്റിക് അസേയിൽ വരുന്നതാണ് ആസിഡ് ഡിറ്റർജൻറ്റ് ഫൈബർ. ദെൻ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡുകൾ NIR അതുപോലെ തന്നെ FTIR. ദെൻ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ് വരുന്നുണ്ട്. HPLC, GC ഇതൊക്കെയാണ് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡുകളിൽ വരുന്നത്. ഫുഡിൽ വരുന്ന ഇമ്പാക്റ്റ് നമുക്ക് നോക്കാം. ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ലാബലിംഗ്, ഡൈജസ്റ്റീവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ദെൻ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആൻഡ് ഗ്ലൈസമിക് റെസ്പോൺസ്, ഗട്ട് മൈക്രോബയോം ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ, റെഗുലേറ്ററി കംപ്ലയിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എടുത്ത് നോക്കിയാൽ 0.5 to 5%, അതുപോലെ തന്നെ ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 2 to 10%, ലെഗ്യൂംസ് ആൻഡ് പൾസസ് ആണെങ്കിൽ അതിൽ 5 to 15%, മീറ്റ് ആൻഡ് പോൾട്രിയിൽ 0 to 2%, അതുപോലെ ഡയറ്ററി പ്രൊഡക്റ്റിലാണെങ്കിൽ 0 to 1% ഈ ഒരു ക്രൂഡ് ഫൈബർ റേഞ്ച് വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആറ്റംസ് കൊണ്ടാണ്. ഇവ മൂന്നും തമ്മിലുള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ ആണ് വരുന്നത്. ദെൻ ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ആണ് ഷുഗേഴ്സ്. ഇത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ് ഒക്കെ. അപ്പോൾ മോണോസാക്രൈഡ്സിൽ വരുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്. ദെൻ ഡൈസാക്രൈഡ്സുകളാണ് സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റാർച്ചുകളാണ്. അപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്നത് പോളിസാക്രൈഡിൽ വരുന്നതാണ് അമൈലോസ്, അമൈലോപെക്റ്റിൻസ് എന്നൊക്കെ പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് വരുന്നത് ഫൈബേഴ്സ് ആണ്. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ ഡൈജസ്റ്റബിൾ കാർബോഹൈഡ്രേറ്റുകളാണ്. സോലുബിൾ ഫൈബേഴ്സ് ആണ് പെക്റ്റിനും ഗംസും. ഇൻസോലുബിൾ ഫൈബേഴ്സ് ആണ് സെല്ലുലോസും അതുപോലെ തന്നെ ഹെമി സെല്ലുലോസും. ദെൻ കാർബോഹൈഡ്രേറ്റ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ന്യൂട്രീഷണൽ ലാബലിങ്ങിന് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫുഡിൻ്റെ ക്വാളിറ്റി, ഒതൻറ്റിസിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സ് ആൻഡ് ലോഡ് അതിനെ ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫുഡ് പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിനെയും മോണിറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡെവലപ്പ് ഡയറ്ററി ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസും ഡെവലപ്പ് ചെയ്യുന്നതിനും ഈ ഒരു കാർബോഹൈഡ്രേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റ് അനാലിസിസിൽ വരുന്ന മെത്തേഡുകളാണ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി അല്ലെങ്കിൽ HPLC, ദെൻ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി GC, എൻസൈമാറ്റിക് അസേസ് അതിൽ വരുന്ന അതിനൊരു എക്സാമ്പിളാണ് അമൈലോ ഗ്ലൂക്കോസിഡൈസ്. ദെൻ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡുകൾ NIR, FTIR. ദെൻ കാൽക്കുലേഷൻ ബൈ ഡിഫറൻസ്, അതായത് ടോട്ടൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കാൽക്കുലേഷൻ ആകുമ്പോൾ 100% മൈനസ് മോയ്സ്ചർ മൈനസ് പ്രോട്ടീൻ മൈനസ് ഫാറ്റ് മൈനസ് ആഷ്. ഇതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ ബൈ ഡിഫറൻസ്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുഡ് ടൈപ്സ്, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പോസിഷൻ, പ്രോസസ്സിംഗ്, ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് കണ്ടീഷൻസ്, മോയ്സ്ചർ കണ്ടൻറ്റ്, കണ്ടാമിനേഷൻ അല്ലെങ്കിൽ അഡൾട്ടറേഷൻ. ദെൻ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷണൽ വാല്യൂ, ലാബലിംഗ്, അതുപോലെ തന്നെ ഫുഡ് ടെക്സ്ചർ ആൻഡ് ഫങ്ഷണാലിറ്റി, ഗ്ലൈസമിക് റെസ്പോൺസ് ആൻഡ് ഡയബറ്റിസ് മാനേജ്മെൻറ്റ്, ദെൻ ഡൈജസ്റ്റീവ് ഹെൽത്ത്, അതുപോലെ തന്നെ ഗട്ട് മൈക്രോബയോം, റെഗുലേറ്ററി കംപ്ലയിൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊട്ടാസ്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ മിനറലാണ്. അത് നമ്മുടെ ബോഡിയിൽ ഒത്തിരി വാരിയസ് ബോഡി ഫങ്ഷൻസിൽ ക്രൂഷ്യൽ റോൾ അത് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ആണ്. ദെൻ നെർവ് ഫങ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, മസിൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, ഹാർട്ട് ഫങ്ഷൻ ആൻഡ് റിതം. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസിൽ എല്ലാം ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്ന ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള മിനറലാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. പൊട്ടാസ്യം അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ പൊട്ടാസ്യം കണ്ടന്റ് ഫോർ ന്യൂട്രീഷണൽ ലാബലിംഗ്, ഇവാലുവേറ്റ് ഫുഡ് ക്വാളിറ്റി ആൻഡ് ഒതൻറ്റിസിറ്റി ആൻഡ് ആസസ് കാർഡിയോവാസ്കുലർ ഹെൽത്ത് റിസ്ക്. അപ്പോൾ കാർഡിയോവാസ്കുലർ ഹെൽത്ത് റിസ്കുകളെ ആസസ് ചെയ്യുന്നതിൽ ഇത് ഒരു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മോണിറ്റർ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, ഡെവലപ്പ് പൊട്ടാസ്യം എൻറിച്ച്ഡ് ഓർ
ഫോർട്ടിഫൈഡ് പ്രൊഡക്ട്സ്. അപ്പോൾ എന്താണ്, പൊട്ടാസ്യം എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡുകളും അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് പ്രൊഡക്റ്റുകളുടെയൊക്കെ ഡെവലപ്മെൻറ്റിനും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ വരുന്ന മെത്തേഡുകൾ നോക്കുകയാണെങ്കിൽ അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, അതായത് AAS എന്ന് പറയുന്നു, ആൻഡ് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി, ദെൻ അയൺ ക്രോമറ്റോഗ്രാഫി, ടൈട്രേഷൻ മെത്തേഡുകൾ. അപ്പോൾ ടൈട്രേഷൻ മെത്തേഡിൽ വരുന്നതാണ് പൊട്ടാസ്യം ഹെക്സാ അയഡോ പ്ലേറ്റിനേറ്റ്. ദെൻ അഞ്ചാമതായിട്ട് പറയുന്നത് സ്പെക്ട്രോ ഫോട്ടോമെട്രിക് മെത്തേഡുകളാണ്. അതിൽ വരുന്നതാണ് ഫ്ലെയിം ഫോട്ടോമെട്രി. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പൊട്ടാസ്യം കണ്ടൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറയുന്നതൊക്കെ തന്നെയാണ് വരുന്നത്. ഫുഡ് ടൈപ്പ്, കോമ്പോസിഷൻ, പ്രോസസ്സിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് കണ്ടീഷൻസ്, മോയ്സ്ചർ കണ്ടൻറ്റ്, കണ്ടാമിനേഷൻ ആൻഡ് അഡൾട്ടറേഷൻ, ഇതൊക്കെ തന്നെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിങ്ങിൽ വരുന്നത്. ദെൻ പൊട്ടാസ്യം കണ്ടൻറ്റ് ഇമ്പാക്റ്റ് എന്തൊക്കെ ഇമ്പാക്റ്റ് വരുത്താനായിട്ട് പറ്റും? ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ലാബലിംഗ്, കാർഡിയോവാസ്കുലർ ഹെൽത്ത് ആൻഡ് ബ്ലഡ് പ്രഷർ, ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ഹൈഡ്രേഷൻ, മസിൽ ഫങ്ഷൻ ആൻഡ് ക്രാമ്പിംഗ്, ദെൻ റെഗുലേറ്ററി കംപ്ലയിൻസ്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇനിയൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള പൊട്ടാസ്യം റേഞ്ചസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണെങ്കിൽ ഒരു 100 to 1000 mg/100 gram ആണ് അതിൽ വരുന്ന പൊട്ടാസ്യം റേഞ്ച്. ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് ആണെങ്കിൽ അതിൽ 50 to 200 mg/100 gram ആണ് വരുന്നത്. ദെൻ ലെഗ്യൂം ആൻഡ് പൾസസ് ആണെങ്കിൽ 200 to 1000 mg/100 gram ആണ് വരുന്നത്. ദെൻ മീറ്റ് ആൻഡ് പോൾട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 200 to 500 mg/100 gram ആണ് വരുന്നത്. ദെൻ ഡയറ്ററി പ്രൊഡക്റ്റിൽ വരുന്നത് 100 to 30 mg/100 gram. ദെൻ സോഡിയമാണ് അടുത്തതായി പറയുന്നത്. അപ്പോൾ സോഡിയം എന്ന് പറയുന്നത് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽ തന്നെയാണ്. ഒത്തിരി ബോഡി ഫങ്ഷൻസിൽ ഇത് ക്രൂഷ്യൽ റോൾസുകൾ വഹിക്കുന്നുണ്ട്. അതിലും ഫ്ലൂയിഡ് ബാലൻസ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേഷൻ, നെർവ് ഫങ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, മസിൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ തന്നെയാണ് വരുന്നത്. ദെൻ സോഡിയം അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ന്യൂട്രീഷണൽ ലാബലിങ്ങിന് വേണ്ടി സോഡിയം കണ്ടൻറ്റിന് ഡിറ്റർമിനേഷൻ നടത്തുന്നതിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫുഡ് ക്വാളിറ്റി ഒതൻറ്റിസിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാർഡിയോവാസ്കുലർ ഹെൽത്ത് റിസ്കുകൾ അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ദെൻ ഫുഡ് പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിലും അത് മോണിറ്റർ ചെയ്യുന്നതിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലോ സോഡിയം ഓർ സോഡിയം ഫ്രീ പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റിന് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ വരുന്ന സോഡിയം അനാലിസിസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി AAS, ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി, അയൺ ക്രോമറ്റോഗ്രാഫി, ടൈട്രേഷൻ മെത്തേഡ് അതിൽ വരുന്നതാണ് മോസ് മെത്തേഡ്. ദെൻ സ്പെക്ട്രോ ഫോട്ടോമെട്രിക് മെത്തേഡ്സ് അതിൽ വരുന്നതാണ് ഫ്ലെയിം ഫോട്ടോമെട്രി. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സോഡിയം കണ്ടൻറ്റിൻ്റെ റേഞ്ച്, ടിപ്പിക്കൽ സോഡിയം റേഞ്ചസ് ആണ് പറയുന്നത്. അതിൽ വരുന്നത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 to 50 mg/100 gram ആണ് വരുന്നത്. ദെൻ ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് ആണെന്നുണ്ടെങ്കിൽ 5 to 50 mg/100 gram ആണ് വരുന്നത്. ലെഗ്യൂംസ് ആൻഡ് പൾസസ് ആണെങ്കിൽ 10 to 100 mg/100 gram ആണ് വരുന്നത്. ദെൻ മീറ്റ് ആൻഡ് പോൾട്രി ആണെങ്കിൽ അതിൽ 50 to 500 mg/gram ആണ് വരുന്നത്. ദെൻ പ്രോസസ്ഡ് ഫുഡ്സ് ആണെങ്കിൽ അതിൽ വരുന്നത് 500 to 2000 mg/100 gram ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോസ്ഫറസ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മിനറലാണ്. ഇത് നമ്മുടെ ബോഡി ഫങ്ഷൻസിൽ ക്രൂഷ്യൽ റോൾസ് തന്നെയാണ് വഹിക്കുന്നത്. പക്ഷേ ഇത് വഹിക്കുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് ബോൺ ഹെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷൻ ആൻഡ് മെറ്റബോളിസം, നെർവ് ഫങ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, കിഡ്നി ഫങ്ഷൻ ആൻഡ് വേസ്റ്റ് റിമൂവൽ, സെൽ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇത് പ്രധാന റോൾ വഹിക്കുന്ന ഫങ്ഷനുകളായിട്ട് വരുന്നത്. ദെൻ ഫോസ്ഫേറ്റ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഫോസ്ഫേറ്റ് കണ്ടൻറ്റ് ഡിറ്റർമിനേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ്. ഫുഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഒതൻറ്റിസിറ്റി നോക്കുന്നുണ്ട്. അതുകൂടാതെ കിഡ്നിയുടെ ഒരു ഹെൽത്ത് റിസ്കുകളെ കുറിച്ചിട്ട് അസസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ വരുന്നത് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ. ദെൻ മോണിറ്റർ ഫുഡ് പ്രോസസ്സിങ് അതുപോലെ തന്നെ മാനുഫാക്ചറിങ്. ദെൻ ഫോസ്ഫേറ്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റിനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു അനാലിസിസ് യൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ വരുന്ന മെത്തേഡുകൾ നോക്കുകയാണെങ്കിൽ സ്പെക്ട്രോ ഫോട്ടോമെട്രിക് മെത്തേഡുകൾ വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് മുളിബിഡിനം, ബ്ലൂ അസേ. ദെൻ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡിൽ വരുന്നത് HPLC അതുപോലെ തന്നെ GC ആണ്, ഗ്യാസ് ക്രോമറ്റോഗ്രാഫി. ദെൻ ടൈട്രേഷൻ മെത്തേഡിൽ വരുന്നത് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ ആണ് ഇവിടെ വരുന്നത്. ദെൻ അറ്റോമിക് അബ്സോർപ്ഷൻ
അതുപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്. ദെൻ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന മെത്തേഡുകളായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഫോസ്ഫേറ്റ് കണ്ടൻറ്റ് എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് വരുത്തുന്നത് നോക്കാം. ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ലാബലിങ്ങിൽ വരുത്തുന്നുണ്ട്. ദെൻ ശ്രദ്ധിക്കേണ്ടത് കിഡ്നി ഹെൽത്തിലും അതുപോലെ തന്നെ ഡിസീസ് റിസ്കുകൾ അതിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോൺ ഹെൽത്ത് ആൻഡ് ഓസ്റ്റിയോപോറോസിസ് റിസ്കുകൾ, ദെൻ എനർജി മെറ്റബോളിസം, അത്ലറ്റിക് പെർഫോമൻസ്, റെഗുലേറ്ററി കംപ്ലയിൻസ്. അപ്പോൾ ഇതിലൊക്കെയാണ് ഈ ഒരു ഫോസ്ഫേറ്റ് കണ്ടൻറ്റിന് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ടിപ്പിക്കൽ ഫോസ്ഫേറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ മീറ്റ് ആൻഡ് പോൾട്രിയിൽ ഒരു 150 to 300 mg/100 gram ആണ് വരുന്നത്. ഫിഷ് ആൻഡ് സീ ഫുഡിലാണെങ്കിൽ 200 to 400 വരുന്നുണ്ട്. ദെൻ ഡയറി പ്രൊഡക്റ്റ് ആണെങ്കിൽ 100 to 200 mg ആണ് വരുന്നത്. ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് ആണെങ്കിൽ അതിൽ 50 to 150 mg വരുന്നുണ്ട്. ദെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നോക്കുകയാണെങ്കിൽ 20 to 50 mg/100 gram ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കാൽസ്യം. അപ്പോൾ കാൽസ്യത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? കാൽസ്യവും ഇതേപോലെ തന്നെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് ആണ്. ഇത് ക്രൂഷ്യൽ റോള് വഹിക്കുന്ന കുറച്ച് ബോഡി ഫങ്ഷൻസ് ആണ്. ബോൺ ഹെൽത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, മസിൽ ഫങ്ഷൻ ആൻഡ് കൺട്രാക്ഷൻ, നെർവ് ഫങ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ഹാർട്ട് ഫങ്ഷൻ ആൻഡ് റിതം, ബ്ലഡ് ക്ലോട്ടിംഗ് ആൻഡ് വൂണ്ട് ഹീലിംഗ്. അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രധാന റോൾ വഹിക്കുന്ന ഒരു എസെൻഷ്യൽ മിനറലാണ് നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത്. ഇനി കാൽസ്യം അനാലിസിസ് ഇതേപോലെ തന്നെ നമ്മൾ ന്യൂട്രീഷണൽ ലാബലിങ്ങിന് വേണ്ടിയിട്ട് കാൽസ്യം കണ്ടൻറ്റിൻ്റെ ഡിറ്റർമിനേഷൻ നടത്തുന്നുണ്ട്. ദെൻ ഫുഡ് ക്വാളിറ്റി ഒതൻറ്റിസിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബോൺ ഹെൽത്ത് റിസ്കുകൾ, അതായത് ഓസ്റ്റിയോപോറോസിസിനൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ മോണിറ്റർ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനുഫാക്ചറിങ്, ഡെവലപ്പ് കാൽസ്യം എൻറിച്ച്ഡ് അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിലൊക്കെയാണ് കാൽസ്യം അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ദെൻ മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ AAS യൂസ് ചെയ്യുന്നുണ്ട്, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ദെൻ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മ മാസ് സ്പെക്ട്രോമെട്രി, ദെൻ ടൈട്രേഷൻ മെത്തേഡ്. ടൈട്രേഷൻ മെത്തേഡിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് EDTA ടൈട്രേഷൻ. ദെൻ സ്പെക്ട്രോ ഫോട്ടോമെട്രിക് മെത്തേഡുകൾ, അതിൽ വരുന്നത് കലോറിമെട്രിക് അസേകളാണ്. ദെൻ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ് വരുന്നുണ്ട്. ഇതിൽ HPLCയും അതുപോലെ തന്നെ GCയും ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു കാൽസ്യം കണ്ടൻറ്റിൻ്റെ ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ലാബലിങ്ങിൽ വരുന്നുണ്ട്. ബോൺ ഹെൽത്ത് ആൻഡ് ഓസ്റ്റിയോപോറോസിസ് റിസ്ക്, ദെൻ മസിൽ ഫങ്ഷൻ ആൻഡ് ക്രാമ്പിങ്, ദെൻ ഹാർട്ട് ഡിസീസ്, ബ്ലഡ് പ്രഷർ, ദെൻ റെഗുലേറ്ററി കംപ്ലയിൻസ്. ദെൻ ടിപ്പിക്കൽ കാൽസ്യം റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 to 1000 mg/100 gram ആണ് ഡയറ്ററി പ്രൊഡക്റ്റിൽ വരുന്നത്. ലീഫി ഗ്രീൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 to 200 mg ആണ് വരുന്നത്. ഫോർട്ടിഫൈഡ് പ്ലാന്റ് ബേസ്ഡ് മിൽക്കിലൊക്കെ ആണെങ്കിൽ അതിൽ 300 to 500 mg/100 gram വരുന്നുണ്ട്. ദെൻ മീറ്റ് ആൻഡ് പോൾട്രി അതിൽ വരുന്നത് 10 to 50 mg ആണ്. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിൽ 5 to 50 mg/100 gram ആണ് വരുന്നത്. ദെൻ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ഫുഡ് അനാലിസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ക്ലാസ് എടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന മെത്തേഡുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഫുഡ് അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഫുഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് യൂസേജ് വരുന്നത്? മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്ങിലൊക്കെയാണ് വരുന്നത്. ദെൻ രണ്ടാമത് വരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെഗുലേറ്ററി ഏജൻസീസിലാണ്. അതായത് ഗവൺമെൻറ് ക്വാളിറ്റി കൺട്രോളൊക്കെ ഫുഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് യൂണിവേഴ്സിറ്റീസിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇത് വരുന്നുണ്ട്. ദെൻ ക്ലിനിക്കൽ ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റഡീസ്, ഹോസ്പിറ്റൽസിൽ ഹെൽത്ത് കെയർസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫുഡ് ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ലബോറട്ടറീസിലൊക്കെ ഈ ഒരു ഫുഡ് അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടെക്നിക്സ് ആണ്. ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫുഡ് അനാലിസിസ്. അപ്പോൾ ഫുഡ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് നമ്മൾ ഇത്രയും ഇതിൽ പറഞ്ഞത് തന്നെയാണ്. ക്രൊമറ്റോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയായിരുന്നു? GC, HPLC, LC, MS. ദെൻ സ്പെക്ട്രോസ്കോപ്പി അതിൽ വരുന്നത് IR, UV, വിസ്, NMR ഇതൊക്കെയാണ് വരുന്നത്. മൈക്രോസ്കോപ്പി ആണെങ്കിൽ ലൈറ്റ് ആൻഡ് ഇലക്ട്രോൺ. ടൈട്രേഷൻ ആൻഡ് വെറ്റ് കെമിസ്ട്രി മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ ബയോളജി ടെക്നിക്കുകളായിട്ടുള്ള PCR, DNA സീക്വൻസിങ്, അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫുഡ് അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്.